നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന, അതായത് വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, കാർഷിക പെൻഷൻ, ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ ലഭിക്കുന്ന പെൻഷൻ മുതലായ 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്കറിയാം, പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും വർഷത്തിലൊരു പ്രാവശ്യം ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. അത് ചെയ്യാത്ത ഒരാൾക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ളത് നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം. എല്ലാ വർഷവും ചെയ്യേണ്ട കാര്യമായത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകളും പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് അവർക്ക് പെൻഷൻ ലഭിക്കുന്നത്. 2025 പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. 2025 പെൻഷൻ മസ്റ്ററിങ് ആഗസ്റ്റ് മാസങ്ങളിലാണ് നടക്കാൻ പോകുന്നത്. ഇനി 2 മാസം മാത്രമാണ് മസ്റ്ററിങ്ങിന് പൂർത്തിയാക്കാനുള്ളത്. അതിനുമുമ്പായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അതുപോലെ തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ട രീതിയിലും മാറ്റം വരികയാണ്. അതിനെക്കുറിച്ചെല്ലാം നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മസ്റ്ററിങ് ചെയ്യുന്ന രീതിയാണ്. നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളത്, നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അവരൊരുക്കുന്ന ക്യാമ്പുകളിലോ ചെന്ന് നമ്മൾ വിരൽ പതിപ്പിക്കുകയും അതിനുശേഷം മസ്റ്ററിങ് പൂർത്തിയാക്കുകയുമാണ് ചെയ്യാറുള്ളത് എല്ലാ വർഷവും. എന്നാൽ ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഒരു പുതിയ രൂപത്തിലായിരിക്കും മസ്റ്ററിങ് വരിക. നമുക്കറിയാം, നമ്മൾ റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. അന്ന് നമ്മൾ റേഷൻ കാർഡുകളിലെ പാസ് മെഷീനിൽ വിരൽ പതിപ്പിച്ചായിരിക്കും ഒട്ടുമിക്ക ആളുകളും മസ്റ്ററിങ് പൂർത്തിയാക്കിയത്. എന്നാൽ അതിനുശേഷം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വരികയും ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമ്മൾ മസ്റ്ററിങ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ സൗകര്യം ഇപ്രാവശ്യം വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം, എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചാലാണ് നമുക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ മസ്റ്ററിങ് പൂർത്തിയാക്കാനും അതുവഴി മസ്റ്ററിങ് പൂർത്തിയാക്കിയവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടാനും പെൻഷൻ ലഭിക്കാനും സാധിക്കുമെന്ന് നോക്കാം. ഇതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ആധാർ കാർഡ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. പലരുടെയും ആധാർ കാർഡിൽ ഒരു പേരും പെൻഷൻ പോർട്ടൽ വേറൊരു പേരുമാണ്. ആധാർ കാർഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ പെൻഷൻ ലഭിച്ച ആളുകളുണ്ട്. അതല്ലെങ്കിൽ ആധാർ കാർഡിലൊരു പേര് പെൻഷൻ പോർട്ടൽ കൊടുത്ത സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും പേര് കൊടുത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, രണ്ടിലും ഒരു പേരാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധാറിലെ മൊബൈൽ നമ്പർ. നമുക്കറിയാം, നമ്മൾ റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയും റേഷൻ കാർഡ് നമ്പർ എൻ്റർ കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ മൊബൈൽ നമ്പർ എൻ്റർ കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. നമ്മൾ ആധാറിൽ കൊടുത്ത നമ്പറിലേക്ക് OTP ഓട്ടോമാറ്റിക്കായിട്ട് വരികയായിരുന്നു. ആ OTP അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഫോട്ടോയും മറ്റു കാര്യങ്ങളും എടുത്ത് മസ്റ്ററിങ് പൂർത്തിയാക്കാറായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെയായിരിക്കും റേഷൻ കാർഡ് മസ്റ്ററിങ്ങും. നിർബന്ധമായിട്ടും ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ നമ്മൾ കൈവശം വെക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധാർ കാർഡിലെ ഫോട്ടോ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആധാറിൽ ചിലപ്പോൾ നമ്മൾ 5-6 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഫോട്ടോ ആയിരിക്കാം. അതിനുശേഷം നമ്മുടെ മുഖം ഒരുപാട് മാറിയിട്ടുണ്ടാകും. അതും നമ്മൾ മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യുക. 2 മാസം കഴിഞ്ഞാൽ മസ്റ്ററിങ് നടപടിയുമായി സർക്കാർ വരും. അതിനുമുമ്പായി തന്നെ ഇക്കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുക. ഇപ്പോൾ ആധാർ കാർഡ് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 60 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ആകുന്നത്. ആധാറിലെ തെറ്റുകളുണ്ടെങ്കിൽ പിന്നെയും സമയം നീളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഇക്കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുക. ജൂൺ മാസത്തിൽ നമ്മുടെ എല്ലാം സ്കൂളുകൾ തുറക്കുകയാണ്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് സ്കൂൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല തിരക്കായിരിക്കും അക്ഷയ കേന്ദ്രങ്ങളിലും ആധാർ സൈറ്റുകളിലും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരക്ക് കുറവുള്ള സമയമാണ്. ആധാർ വെബ്സൈറ്റിലാണെങ്കിൽ ഇപ്പോൾ തിരക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ 60 ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കിട്ടുന്നുണ്ട്. മസ്റ്ററിങ്ങിന് കാത്തു നിൽക്കാതെ, മസ്റ്ററിങ് തീയതി കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുക. ആ സമയങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.